അൻവർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. 26-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷ. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷനും അതേപോലെ തന്നെ 11 വീഡിയോസിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ 2 വീഡിയോസും കൂടി നമ്മൾ ചെയ്തിരുന്നു. ഒരു കൺസ്ട്രക്ഷൻ പാർട്ടും അതേപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റും എക്സാമിനേഷൻ ടിപ്പും വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾ ഒരുപാട് തവണ നമ്മുടെ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു. എല്ലാ ചാപ്റ്റേഴ്സും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റത്തെ വീഡിയോ ആണ് നമ്മുടെ എക്സാമിൻ്റെ അല്ലെങ്കിൽ മാത്ത് ക്യാപ്സ്യൂളിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലാസ്റ്റ് ഒരു വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പല ആളുകളും ടഫുള്ള ക്വസ്റ്റ്യൻ വേണം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ക്വസ്റ്റ്യന് ടഫ് ആവുന്നത് അതിന്റെ ആൻസർ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുക അത് ടഫാണോ അല്ലേ എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമുക്കൊരു കാരണവശാലും അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള ഒരു സമയം എടുക്കുന്നത് കൊണ്ടാണ്. ആ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗം അതിന് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ SSLC പരീക്ഷയ്ക്ക് വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ ആയിരിക്കും എക്സാമിനേഷൻ വരിക. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് A+ ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. കുട്ടികളാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ അയച്ചു തന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ. അപ്പോൾ ചില ആളുകൾ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനും വേറെ കുറെ ക്വസ്റ്റ്യനുകളുടെ മോഡൽ ആയതുകൊണ്ടാണ് നമ്മൾ അതിന് സോർട്ട് ഔട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 25-ാം തീയതി എക്സാമിൻ്റെ മുൻപായിട്ട് കൊണ്ട് തന്നെ നമുക്കൊരു ലൈവ് വീഡിയോ നമുക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രധാനമായിട്ട് വരുന്ന ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും അതിൻ്റെ കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ വാട്സപ്പ് നമ്പറും ഞാൻ ഇതിൻ്റെ കൂടെ ഇത് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ക്വസ്റ്റ്യൻസ് അയച്ചു തന്ന് സാർ ഇതെങ്ങനെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പല ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 2 ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആയാൽ അവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? അതായത് 2 സ്ഫിയേഴ്സ് ഉണ്ട്. ആ 2 സ്ഫിയേഴ്സിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അവരുടെ ഈ സർഫസ് ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വ്യാപ്തങ്ങൾ അല്ലെങ്കിൽ അവയുടെ വോളിയം തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളുടെ എക്സാം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് ക്വസ്റ്റ്യൻസ് പഠിക്കല്ല വേണ്ടത്, അതിലൂടെ നമ്മൾ എന്ത് ആശയമാണോ നമ്മൾ പഠിക്കുന്നത് അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് 2 സ്ഫിയേഴ്സ് ഉണ്ട്. 2 സ്ഫിയർ ഉള്ളത് കൊണ്ട് ഞാൻ ഒന്ന് S1 എന്ന് പേര് കൊടുക്കുകയാണ്, S1. മറ്റേത് ഞാൻ S2 എന്ന് പേര് കൊടുക്കുകയാണ്. 2 സ്ഫിയേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഇനി അതിൽ ഓരോ സ്ഫിയേഴ്സ് ആവുമ്പോൾ നമുക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ, റേഡിയസുകളാണ് അല്ലെങ്കിൽ ആരങ്ങൾ നമുക്ക് അറിയണം. അപ്പൊ ആരങ്ങൾ അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് ഇതിന് R1, ഇത് ഞാൻ R2 എന്ന് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. പിന്നെ പറയുന്നത് ഉപരിതല പരപ്പളവാണ് അല്ലെങ്കിൽ അവയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഏരിയകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഒന്നിന്റെ A1 അല്ലെങ്കിൽ A2 എന്ന് പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയ. ഇവര് തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് നമുക്ക് 1:2 എന്ന് തന്നിട്ടുണ്ട്. 1:2 ആണ്. അപ്പൊ റേഡിയസുകൾ തമ്മിലുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുന്നു. ശേഷം എന്താണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഒരു സ്ഫിയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ സ്ഫിയർ S1ന്റെ ഏരിയ എന്ന് പറയുന്നത് A1 ആണ്. A1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 4πr² എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ 4πr² എന്ന് പറയുന്നത് എന്താണ്? R1² ആവുമ്പോൾ ആദ്യത്തെ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ.
ഓക്കെ ആണല്ലോ. അപ്പൊ ആകെ പരപ്പളവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ A2 എന്ന് പറയുന്നത് എന്താണ്? A2 എന്ന് പറയുന്നത് 4π into R2 സ്ക്വയർ. ഇത് രണ്ടാമത്തെ സ്ഫിയറിന്റെ റേഷ്യോ ആണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്, അല്ലെങ്കിൽ ആകെ ഉപരിതല പരപ്പളവാണ് 4πr2 സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പൊ A1 ആദ്യത്തെ സ്ഫിയറിന്റെ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πr1 സ്ക്വയർ ആണ്. A2 എന്ന് പറയുന്നത് πr2 സ്ക്വയർ ആണ്. ഇതിൽ നമ്മൾ ഒരു കാര്യം കാണും, നമുക്ക് അറിയുന്ന ഇവിടെ A1/A2 എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ ഈ രണ്ട് സ്ഫിയേഴ്സിന്റെയും അല്ലെങ്കിൽ ഈ രണ്ട് ഗോളത്തിന്റെയും ഉപരിതല പരപ്പളവുകൾ അല്ലെങ്കിൽ സർഫസ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? 1/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോ A1 എന്ന് പറഞ്ഞാൽ എന്താണ്? 4π into R1 square divided by 4π into R2 square ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ആണ് 1/2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 4π നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് R1 square divided by R2 square എന്നുള്ളതാണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/2 എന്ന് വരും. R1 square divided by R2 square എന്ന് പറയുന്നതാണ് 1/2 എങ്കിൽ R1/R2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/√2 ആയിരിക്കും. കാരണം 1ന്റെ റൂട്ട് 1 തന്നെയാണ്, 2ന്റെ റൂട്ട് 1/√2 എന്നുള്ളതാണ്. ചില സമയത്ത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, എന്താണ് ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം, എന്താണ് റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചാൽ മതി. ഇനി നേരിട്ട് നമ്മളോട് ഇനി എന്താ ചോദിക്കുന്നത്? അടുത്ത നമ്മളോട് ചോദിക്കുന്നത് ഇതിന്റെ വ്യാപ്തത്തിന് ഞാൻ V1 എന്നും ഇതിനെ ഞാൻ വ്യാപ്തത്തിന് V2 എന്ന് പറയുന്നു. അതായത് ആദ്യത്തെ സ്ഫിയറിന്റെ വോളിയത്തിനെ V1 എന്നും രണ്ടാമത്തെ സ്ഫിയറിന്റെ വോളിയത്തിനെ V2 എന്നും ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ആരുതാ കാണേണ്ടത്? V1:V2 ആണ് എനിക്ക് കാണേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? V1നെ V2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് V1? എന്തായിരുന്നു വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമുക്കറിയാം 4/3π into R³ ആണ്. അപ്പൊ R1 ആയതുകൊണ്ട് ആദ്യത്തെ ഇതിൻ്റെതായതുകൊണ്ട് R1 എന്ന് കൊടുക്കുന്നു. അതേപോലെ തന്നെ 4/3π into R2³ എന്ന് കൊടുക്കുന്നു. ഇതിലെ അംശബന്ധമായതുകൊണ്ട് റേഷ്യോ ആയതുകൊണ്ട് സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ബാക്കി ആരുണ്ടാവുക? R1³ divided by R2³ എന്ന് വരും. ഇതിന് ഞാൻ എന്ത് എഴുതാം? എനിക്ക് R1/R2 whole cube എന്ന് എഴുതാം. ഇവിടെ ഇതിന്റെ കൂടെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് R1/R2 എന്ന് പറയുന്നത് 1/√2 എന്നുള്ളതാണ്. അതിനെ ഞാൻ ക്യൂബ് ചെയ്യുന്നു. അപ്പോ ഓരോന്നിനെയും ക്യൂബ് ചെയ്യുന്ന സമയത്ത് ഒന്നിന്റെ ക്യൂബ് 1 തന്നെയാണ്. √2നെ ക്യൂബ് ചെയ്യുമ്പോൾ √2 ക്യൂബ് എന്ന് പറഞ്ഞാൽ √2 ഗുണിക്കണം √2 ഗുണിക്കണം √2 ആണ്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ 1/, ഇവിടെ V1/V2 എന്ന് പറയുന്നത് ഇവിടെ √2 into √2, റൂട്ടിനെ റൂട്ട് കൊണ്ട് തന്നെ ഗുണിച്ചാൽ നമുക്ക് എന്താ വരിക? 2 തന്നെയാണ് വരിക. അപ്പൊ 2 into √2, അപ്പൊ 2√2 എന്ന് വരും. അപ്പോ V1നെ V2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1/2√2 എന്നാണ്. അതിനർത്ഥം V1:V2 എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു 1:2√2 എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ മോഡലാണ് ഇത്. എക്സാമിന് ഇങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ആൻസർ ആണ് ഇതിന് നമുക്ക് കിട്ടുക. ക്വസ്റ്റ്യൻ നോക്കുക. 1, 3 എന്ന ബിന്ദു കേന്ദ്രമായി വരക്കുന്ന വൃത്തം 5, 6 എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു എങ്കിൽ ആരം എത്ര? വൃത്ത സമവാക്യം കാണുക എന്നുള്ളതാണ്. അതായത് a circle with center 1, 3 is passing through the a point 5, 6. Then what is the radius and the find the circle equation. Okay, so ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നിട്ടുണ്ട് സെന്റർ എന്ന് പറയുന്നത് 1, 3 ആണ്. പോയിന്റ് അതായത് ആ സർക്കിൾ പാസ് ചെയ്ത് പോകുന്ന പോയിന്റ് 5, 6 ആണ്. ഇപ്പൊ ഞാൻ ആ ഫിഗർ റഫ് ആയിട്ടൊന്ന് വരച്ചു നോക്കുക. നമ്മള് ഇതാണ് നമ്മുടെ സർക്കിൾ. ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് 1, 3 ആണ്. സോ ഇതിലൂടെ ഒരു പോയിന്റിലൂടെ ഇത് പാസ് ചെയ്യുന്ന പോകുന്നുണ്ട്. ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് 5, 6 ആണ് എന്ന് മനസ്സിലായി. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിനെ ഞാൻ A എന്ന് പേര് കൊടുത്തു, ഇതിന് ഞാൻ B എന്ന് പേര് കൊടുത്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് R എന്നുള്ളതാണ്. എന്താണ് ഈ വൃത്തത്തിന്റെ ആരം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് ചില സമയത്ത് വ്യാസങ്ങൾ തരും.
അതായത് ഒരു വൃത്തം 2 ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാം. ഓക്കെ, ഇപ്പോ ഇത് കേന്ദ്രം എന്നതിന് പകരം ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവായിട്ടുള്ള 5, 6 അതേപോലെ തന്നെ 8, 10 കടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 എതിർവശങ്ങളായിരിക്കും, അത് വ്യാസമായിരിക്കും. അപ്പൊ ഇവിടെ കേന്ദ്രം അല്ലെങ്കിൽ ഇവിടെ സെന്റർ എന്ന് പറയുന്നത് 1, 3 ആണ്, ഒരു 0.56 ആണ്. നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ആർ എന്നുള്ളതാണ്, റേഡിയസ് എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം ആരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ആ വൃത്തത്തിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറ് കണ്ടുപിടിക്കാൻ ഏതാ ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കണം, അല്ലെങ്കിൽ അകലം കാണുന്ന രൂപത്തിൽ. അപ്പൊ അകലം കാണുന്ന സമയം നമുക്ക് അറിയുന്നതാണ്. നമുക്കറിയാം അകലം x1 y1 x2 y2 എന്നാണെങ്കിൽ ഇവർ തമ്മിലുള്ള അകലം എന്താ നമുക്കറിയാം, x1 minus x1 whole square plus y2 minus y1 whole square ആണ് നമുക്കറിയാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് x1 y1 ആണ്, മറ്റൊന്ന് x2 y. അപ്പൊ ഇവർ തമ്മിലുള്ള അകലം നമ്മൾ കാണുമ്പോൾ 1, 3 അതേപോലെ തന്നെ 5, 6 എടുക്കുന്നു. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ 5 നമ്മൾ 1 കുറക്കുന്നു, 5 1 കുറച്ചാൽ 4 ആണ്. അപ്പൊ 4 സ്ക്വയർ പ്ലസ് ഇതിന്ന് 6ഉം 3ഉം ആണ്. അപ്പൊ 6 4 3 കുറച്ചാൽ 3 ആണ്, 3 സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 4ന്റെ വർഗം എന്ന് പറയുന്നത് 16 ആണ്, 3ന്റെ വർഗം എന്ന് പറയുന്നത് 9 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു √25 എന്ന് വരും. അപ്പൊ റേഡിയസ് എന്ത് എനിക്ക് കിട്ടി? 5 ആണെന്ന് കിട്ടി. ഓക്കെ, സിമ്പിൾ ആണല്ലോ. റേഡിയസ് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ആരം നമുക്ക് 5 ആണെന്ന് കിട്ടി. ഇനി ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ബി എന്താ പറയുന്നത്? ഈ വൃത്തത്തിന്റെ സമവാക്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വൃത്തത്തിന്റെ സമവാക്യം പലപ്പോഴും നമ്മൾ വൃത്തത്തിന്റെ സമവാക്യം കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പല കുട്ടികളും ചോദിക്കുന്നുണ്ട് ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളത്. നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത് മറ്റേ രൂപത്തിൽ ചെയ്താൽ കിട്ടുന്നത് തന്നെയാണ്, അതേ രൂപത്തിൽ തന്നെയാണ്. അതിൽ ഫസ്റ്റത്തെ 2 സ്റ്റെപ്പുകൾ നമ്മൾ കൃത്യമായി ഒഴിവാക്കിയെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് സെന്റർ എന്ന് പറയുന്നത് എന്താണ്? 1, 3 ആണ്. അതേപോലെ തന്നെ റേഡിയസ് 5 ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഇത് കണ്ടുപിടിക്കുക? നമുക്കറിയാം സാധാരണ കണ്ടുപിടിക്കൽ എങ്ങനെയാന്ന് വെച്ചാൽ x-1 whole square plus y-3 whole square that's equal to 5 square. ഇങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്. ഓക്കെ, പിന്നെ a-b whole square a-b whole square വെച്ചിട്ടാണ് ഇത് ചെയ്യാം. അതിന് പകരം നമ്മൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം x² + y² എന്നാണ് വരിക. അപ്പൊ x² + y² എന്ന് എഴുതുന്നു. ഇനി ഇതിന്റെ നേരെ ഇരട്ടി എടുക്കുക. 1ന്റെ ഇരട്ടി നമ്മൾ മൈനസ് ചെയ്യുന്നു, -2x. 3ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 6 ആണ്, -6y. ഇനി ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം, പ്ലസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഓരോന്നിന്റെ സ്ക്വയർ നമ്മൾ പ്ലസ് ചെയ്യുന്നു. പ്ലസ് ചെയ്യുമ്പോൾ എന്താ വരിക? പ്ലസ് ചെയ്യുമ്പോൾ 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, പ്ലസ് 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. ഇതിന്ന് ഏത് മൈനസ് ചെയ്യണം? ആരത്തിന്റെ വർഗം നമ്മൾ മൈനസ് ചെയ്യണം. -25 is equal to 0. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ എഴുതും? x² + y² - 2x - 6y. ഇതിനൊരു മാറ്റമില്ല. നമ്മളിവിടെ 1 + 9 എന്ന് പറയുന്നത് 10 ആണ്. 10 - 25 = 0 എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് എഴുതാം x² + y² - 2x - 6y. ഇത് നമ്മൾ മൈനസ് ചെയ്യും, -15 എന്നാണ് വരിക. ദാറ്റ്സ് ഈക്വൽ ടു 0. ഇവിടെ വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. അപ്പൊ വലുതെന്ന് നമ്മൾ എന്ത് ചെയ്യും? ചെറുത് കുറക്കും. അപ്പൊ 25 10 കുറച്ചാൽ 15, വലുതിന്റെ ചിഹ്നം മൈനസ്. സോ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടാവും. a-b whole square ഒക്കെ നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് മെച്ചമായിരിക്കും അതുകൊണ്ട് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ചില സമയത്ത് പറയും ഈ ഒരു ഇതിലെ x കോർഡിനേറ്റ് 0 ആയി കഴിഞ്ഞാൽ y എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ x കോർഡിനേറ്റ് നമ്മൾ 0 ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് x അക്ഷവുമായി മുറിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ x ആക്സിസുമായി ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് നമ്മൾ കാണാൻ x = 0 നമ്മൾ കൊടുത്താൽ മതി. ഇത് ചോദിച്ചിട്ടില്ല. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടതെന്ന് വേണ്ടിയിട്ടാണ്. അപ്പൊ x ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് y സ്ക്വയർ, ഇതിവിടെ -6y - 15 ദാറ്റ്സ് ഈക്വൽ ടു 0. ഇതൊരു രണ്ടാകൃതി സമവാക്യമാണ്, അല്ലെങ്കിൽ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് -b + or -√b² - 4ac/2a ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് ഇതിന്റെ ആൻസർ കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്ത് പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക.
ഇവിടെ O കേന്ദ്രമായിട്ടുള്ള ഒരു വൃത്തം, O സെന്റർ ആയിട്ടുള്ള ഒരു സർക്കിള്. ഈ സർക്കിളായിട്ടുള്ള രണ്ട് പോയിന്റുകളാണ് എയും ബിയും. അതിലെ രണ്ട് ബിന്ദുക്കളാണ് എയും ബിയും. എയിലൂടെയും ബിയിലൂടെയും ഞാൻ തൊടുവരകൾ വരച്ചു, അല്ലെങ്കിൽ ടാൻജൻസ് വരച്ചു. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പി. അതേപോലെ തന്നെ ഈ രണ്ട് ടാൻജന്റ് വരച്ച പോയിന്റുകൾ അല്ലെങ്കിൽ തൊടുവരകൾ വരച്ചിട്ടുള്ള പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു, അതാണ് എ ബി. അപ്പോൾ ഇവിടുന്ന് അതേപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തെ ബിന്ദുവായിട്ടുള്ള പിയിലേക്ക് ഞാൻ ഒരു വര വരച്ചിട്ടുണ്ട്, അതാണ് ഒ പി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് പറയണം അതേപോലെ തന്നെ ഈ ഞാണും അല്ലെങ്കിൽ കോഡും അതേപോലെ തന്നെ ഈ ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ക്യൂ എന്ന് പറയുന്നത്. നമ്മൾ തെളിയിക്കാൻ പറയുന്നത് ഒ പി ഇൻറ്റു ഒ ക്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ളതാണ്. ഈ ആർ എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ആരമാണ്. ഇപ്പൊ പലപ്പോഴും എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒ പി ഇൻറ്റു ഒ ക്യൂ ദാറ്റ്സ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ളതാണ്. അതായത് റിലേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ബന്ധമാണ്, അംശബന്ധമാണ് ഇവിടെ പറയുന്നത്, ഇങ്ങനെ ഇൻറ്റു കണ്ടാൽ. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിമിലാരിറ്റീസ് ഓഫ് ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സദൃശ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒ പി എന്ന് പറയുന്ന ഒരു വശം. അപ്പൊ ഒ പി ആണല്ലോ ആദ്യം പറയുന്നത്. അപ്പൊ ഒ പി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അത് വശമായിട്ട് നമുക്ക് ത്രികോണങ്ങൾ ഉണ്ടോ നോക്കണം. അത് വശമായ ഒരു ത്രികോണം ഉണ്ടല്ലോ, ഒ പി ബി എന്ന് പറയുന്ന ഒരു ത്രികോണവും അതേപോലെ തന്നെ ഒ പി എ എന്ന് പറയുന്ന മറ്റൊരു ത്രികോണവും ഉണ്ട്. ഇനി അതേപോലെ തന്നെ അപ്പോ ഏതെങ്കിലും ഒരു ത്രികോണം നമ്മൾ എടുക്കുന്നു ഇതിൽ. അപ്പൊ ആദ്യത്തെ ത്രികോണം ഞാൻ എടുക്കുന്നു, ത്രികോണം ഒ പി എ എന്ന് പറയുന്ന ത്രികോണം എടുക്കുന്നു. അതേപോലെ തന്നെ ഇനി നമുക്ക് ഒ ക്യു ആണുള്ളത്. ഒ ക്യു എന്ന് പറയുമ്പോൾ ഒ ക്യു ഏതാണ്? ഇതാണ്. അപ്പൊ ഒ ക്യു എന്ന് ഞാൻ പറയുന്ന സമയത്ത് ഒ ക്യൂലും എന്തുണ്ട്? വശങ്ങളായി വരുന്ന ഒരു ത്രികോണം ഉണ്ടോ നോക്കണം. ഉണ്ട്, രണ്ട് ത്രികോണങ്ങളുണ്ട്, ഒ ക്യു എ അതേപോലെ തന്നെ ഒ ക്യു ബി. അപ്പൊ ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ത്രികോണം എടുക്കുക. ഞാൻ ആ ത്രികോണം എടുക്കുന്നു, ത്രികോണം ഒ ക്യു എ എന്ന് തന്നെ എടുക്കുന്നു. അപ്പൊ എനിക്ക് രണ്ട് ത്രികോണങ്ങളുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളുടെയും കോണുകൾ പരസ്പരം തുല്യമാകുന്നത് ഏതൊക്കെ എന്ന് നോക്കാം. അപ്പോ ഏതെങ്കിലും ഒരു കാര്യം നോക്കുക. ഇവിടെ O എന്ന് പറയും, ഈ കോണ് രണ്ടിന്റെയും കോമൺ ആണ് അല്ലെ, രണ്ട് ത്രികോണങ്ങളുടെയും കോമൺ ആംഗിൾ ആണ്. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? ഒ പി എ എന്നാണെങ്കിൽ കോൺ പി ഒ എ എന്ന് എഴുതാം. അപ്പൊ കോൺ പി ഒ എ സമം പി ഒ എ എന്ന് പറയുന്നതും എ ക്യു ഒ എ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അപ്പൊ ഞാൻ എഴുതുന്നു ക്യു ഒ എ. അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യമാണ് ഈ രണ്ട് ത്രികോണത്തിൽ. ഇനി അടുത്തെന്ന് പറയുന്നത്, അടുത്ത കാര്യം നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം. ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ ഈ രണ്ട് കോണുകൾ 90 ആണ്. ഇതും 90 ആണല്ലോ. അപ്പോ ഇവിടെ ഞാൻ വേറൊരു കോണും കൂടി 90 ഉണ്ട്. ഒ പി ഒ എ എന്ന് പറയുന്നതിൽ ഏതാ 90? പി ഒ എ എന്ന് പറയുന്നതിൽ ഇത് 90 ആണ്, നമുക്കറിയാം. കാരണം ആരവും തൊടുവരയും ഉണ്ടാക്കുന്ന കോണാണ്, റേഡിയസും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്. അപ്പൊ ഈ ത്രികോണത്തിൽ ഏതാ 90? കോൺ പി എ ഒ എന്ന് പറയുന്ന കോണാണ് 90. ഇതിൽ ഏതായിരിക്കും 90? ഇതിൽ വരുന്ന 90 ഡിഗ്രി എന്ന് പറയുന്നത് ഇതാണ്. ഏതാ? കോൺ ഒ ക്യു എ എന്ന് പറയുന്നതാണ് 90 ഡിഗ്രി. അപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ കോണുകളാണ് 90 ഡിഗ്രി ഉള്ളത് എന്ന് എഴുതി വെക്കുക. ഇനി അതേപോലെ മൂന്നാമത്തെ ഒരു കോണും കൂടി ഉണ്ട്. മൂന്നാമത്തെ കോൺ ഏതാ? മൂന്നാമത്തെ കോണുണ്ട്, ഇതിൽ പിയും അതേപോലെ തന്നെ ഈ കോണും. അപ്പൊ ഞാൻ ആ കോൺ ഏത്? കോൺ ഒ പി എ സമം. ഇനി ഇതിൽ ഏതാ കോണ്? കോൺ ഒ എ ക്യു എന്ന് പറയുന്ന കോണുകൾ തുല്യമാണ്. അപ്പോൾ ഈ രണ്ട് ത്രികോണത്തിന്റെയും കോണുകളെല്ലാം തുല്യമായി. കോണുകളെല്ലാം തുല്യമാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും എന്താണെന്ന് പറയും? സദൃശ്യമാണ് അല്ലെങ്കിൽ സിമിലർ ആണ് എന്ന് പറയും. ഇപ്പൊ സിമിലർ ആണെങ്കിൽ അല്ലെങ്കിൽ സദൃശ്യമാണെങ്കിൽ എന്താ പ്രത്യേകത? തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം തുല്യമായിരിക്കും. അതായത് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് വരിക. അപ്പൊ ഇത് നമുക്കറിയാം. പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കണം? അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. പി ഒ എ എന്ന് പറയുന്ന ഒരു കോൺ. ഏതാ പി ഒ എ എന്ന് പറയുന്ന കോൺ? പി ഒ എ എന്ന് പറയുന്ന കോൺ. പി ഒ എ എന്ന് പറയുന്ന കോണിൽ ഏതാണ് അവിടെ അതിനെതിരെയുള്ള വശം എന്ന് പറയുന്നത്? ഈ കോണിന്, ഈ വലിയ ത്രികോണത്തിൽ എ പി ആണ്. സോ ഞാൻ എഴുതുന്നു എ പി ബൈ. ഇനി അതിന് തുല്യമായിട്ടുള്ള കോൺ ഇതിൽ ഏതാ? ക്യു ഒ എ. അപ്പോ ക്യു ഒ എ അതിലേതിനെതിരെയുള്ളത് ആരാ? ഈ ചെറിയ ത്രികോണത്തിൽ എ ക്യു ആണ്. എ ക്യു ദാറ്റ്സ് ഈക്വൽ ടു എന്ന് എഴുതാം. ഇനി അടുത്ത കോൺ എടുക്കുക. കോൺ പി എ ഒ. പി എ ഒ അതിനെതിരെയുള്ളത് ആരാ? ഒ പി ആണ്. അപ്പൊ ഒ പി ബൈ. ഇനി ഇതില് ഒ ക്യു എ.
OQA. OQA എന്ന് പറയുന്ന കോണിനെതിരെയുള്ളത് ആരാ? നമുക്കറിയാം R ആണ്, റേഡിയസ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു. ഇനി അടുത്തെടുക്കണം OPA. OPA ഇതിനെതിരെയുള്ളത് ആരാ? ഇത് റേഡിയസ് ആണ്. പിക്ക് എതിരെ ഈ കോണിൽ വരുന്നത് R ആണ്, ഡിവൈഡ് ബൈ. ഇനി അടുത്തെടുക്കണം OAQ. OAQ അതിനെതിരെയുള്ളത് ആരാ? OQ ആണ്, QO. ഇനി നമ്മൾക്ക് ഇത് നമുക്ക് ഇതിൽ ആവശ്യമില്ല, നമുക്ക് ഇത് രണ്ടും മാത്രം മതി. അപ്പൊ ഇത് രണ്ടും നമ്മൾ എടുക്കുന്നു. എന്താ? OP/R ദാറ്റ്സ് ഈക്വൽ ടു R/OQ എന്നെടുക്കുന്നു. ഇനി നമ്മൾ ഇത് എതിർഗുണം എടുക്കുന്നു. എതിർഗുണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? OP × OQ സമം R × R എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു OP × OQ ദാറ്റ്സ് ഈക്വൽ ടു R² എന്ന് വരും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ രൂപത്തിൽ വരുന്ന ഏത് ചോദ്യമാണെങ്കിലും നമ്മൾ എങ്ങനെ തന്നെ എഴുതിയാൽ മതി, ഇതേപോലെ സദൃശ ത്രികോണങ്ങൾ അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ സാധ്യതകളുടെ അല്ലെങ്കിൽ ചാൻസ് ഓഫ് മാത്തമാറ്റിക്സ് എന്നാണ്. ഇപ്പോൾ 1 to 10 ഒരു 2 ബോക്സുകൾ ഉണ്ട്. ബോക്സ് നമ്പർ A, ഇത് ബോക്സ് നമ്പർ B. ഒന്നാമത്തെ ബോക്സിൽ 1 മുതൽ 10 വരെയുള്ള എണ്ണസംഖ്യകളുണ്ട് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ വരുന്നത് 10ന് താഴെയുള്ള അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ബിലോ ദി 10. ഓക്കെ, അങ്ങനെയാണ് 2 ബോക്സിൽ വരുന്നത്. അപ്പോൾ ഇതിൽ വരികയാണെങ്കിൽ 1 to 10 വരെ. അപ്പോൾ 10ന് താഴെയുള്ള അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും വരിക? 2, 3, 5, 7 എന്നുള്ളത് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ബോത്ത് ഈവൻ ആണ്. നമ്മൾ ഇതിൽ നിന്നും 2 പന്തുകൾ ഒരേ സമയം ഓരോ ബോക്സിൽ നിന്ന് എടുത്താൽ രണ്ടും ഈവൻ ആവാനുള്ള സാധ്യത, രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അതിന് ചെയ്യേണ്ടത്, ആകെ ഇതിൽ എത്ര പന്തുകൾ ഉണ്ട് നോക്കാം. ഇതിൽ 10 എണ്ണാണുള്ളത്. ഇതിൽ എത്ര എണ്ണാണുള്ളത്? 4 എണ്ണാണുള്ളത്. അപ്പൊ ആകെ ജോഡികൾ എത്രയാണ് നോക്കണം. ടോട്ടൽ പെയർസ് എത്രയെന്ന് അറിയണം. ടോട്ടൽ പെയർസ് എത്രയാണ് അറിയണം, അല്ലെങ്കിൽ ആകെ ജോഡികൾ. ആകെ ജോഡികൾ കിട്ടാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും 10+4 എഴുതരുത്. ജോഡികൾ കിട്ടാൻ 10 ഗുണിക്കണം 4 എന്ന് എഴുതണം. ദാറ്റ്സ് ഈക്വൽ ടു 40 ആണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇനി പറയുന്നത് ബോത്ത് ഈവൻ ആണ്. രണ്ടും എന്തായിരിക്കണം? ഈവനുകളായിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ഇരട്ട സംഖ്യകളായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ബോക്സിലാണെങ്കിൽ ഒന്നാമത്തേന്നും ഈവൻ ആണ്. അപ്പോൾ E അതേപോലെ തന്നെ E ദാറ്റ്സ് ഈക്വൽ ടു. ഇതിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും? എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടാവും? 1 മുതൽ 10 വരെ ഉള്ളതിൽ 5 ഇരട്ട സംഖ്യകൾ ഉണ്ടാവും. അപ്പൊ 5. രണ്ടാമത്തെ ബോക്സിൽ ഈവന്റെ എണ്ണം 1 മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. അപ്പൊ 1 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ജോഡികളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ഗുണിക്കണം 1 5 തന്നെയാണ്. അഥവാ നമ്പർ ഓഫ് പെയർസ് ബോത്ത് ഈവൻ, ബോത്ത് രണ്ടും ഇരട്ട സംഖ്യയാകുന്ന ജോഡികളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ചാൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാധ്യത സമം എന്ത് വരും? സാധ്യത എന്ന് പറഞ്ഞാൽ ഏതിന്റെ സാധ്യതയാണ്? ബോത്ത് ഈവൻ ആകുന്നതിന്റെ സാധ്യതയാണ്. അപ്പൊ അതിന്റെ എണ്ണം 5/. എത്ര? ആകെ ജോഡികളുടെ എണ്ണം എന്ന് പറയുന്നത് 40 ആണ്. ഇത് ചെറുതാക്കുമ്പോൾ നമുക്ക് കിട്ടാം 1/8 എന്നുള്ളതാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അറ്റ്ലീസ്റ്റ് ഒരു ഒറ്റ സംഖ്യയെങ്കിലും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഒറ്റ സംഖ്യയെങ്കിലും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും ഒറ്റ സംഖ്യയായാൽ പ്രശ്നമല്ല. നമുക്ക് എന്തിനേ പ്രശ്നമുള്ളൂ? രണ്ടും ഇരട്ട സംഖ്യ ആവാതിരുന്നാൽ മതി. അപ്പോൾ നമുക്കറിയാം ആകെ സാധ്യതകളുടെ എണ്ണം എന്ന് പറയുന്നത്, ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത് 1 ആണ്. 1 - നമുക്ക് അറ്റ്ലീസ്റ്റ് 1 ഓടാണ്. ഒരു ഒറ്റ സംഖ്യയെങ്കിലും ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ അതിൽ എന്ത് വരാൻ പാടില്ല? രണ്ടും ഇരട്ട സംഖ്യ ആവാൻ പാടില്ല, രണ്ടും ഈവൻ ആവാൻ പാടില്ല. അപ്പോൾ ഈവന്റെ സാധ്യത ആയിട്ടുള്ള അതിന് കുറച്ചാൽ മതി, 1/8 കുറച്ചാൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരിക? 7/8 എന്ന് വരും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ഒരു വൃത്തം, O കേന്ദ്രമായിട്ടുള്ള ഒരു വൃത്തം. ഈ വൃത്തത്തിലെ AQC എന്ന് പറയുന്ന ഒരു ചാപത്തിന്റെയും അതേപോലെ തന്നെ BRD എന്ന് പറയുന്ന ചാപത്തിന്റെയും കേന്ദ്ര കോണുകൾ ഇവിടെ തന്നിട്ടുണ്ട് 100, 80 എന്നുള്ളതാണ്. അതേപോലെ തന്നെ ABയും CDയും വൃത്തത്തിന്റെ ഞാണുകളാണ് അല്ലെങ്കിൽ കോഡാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് P. അവ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളാണ് P എന്നുള്ളത് നമുക്കറിയാം.
നമ്മളുടെ ചോദ്യം ഇതാണ്, കോൺ എ ഡി സി എത്രയാണ്, എ ഡി സി എത്രയെന്ന് അറിയണം. അതേപോലെ തന്നെ കോൺ പി എത്ര എന്നുള്ളത് നമുക്ക് അറിയണം. നമുക്ക് തന്ന കാര്യങ്ങൾ നോക്കാം. ചാപം എ ക്യു സി അല്ലെങ്കിൽ ആർക്ക് എ ക്യു സിയുടെ കേന്ദ്രകോൺ അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ ക്യു സി എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ അതിനർത്ഥം എ ക്യു സി എന്ന് പറയുന്ന ചാപം ഇതാണ്. അതിന്റെ കേന്ദ്രകോൺ ഇതാ ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ കേന്ദ്രകോൺ, ഇതിനെ ഞാൻ O എന്ന് പേര് കൊടുത്താൽ ഈ കേന്ദ്രകോൺ 100 ആണ് നമുക്കറിയാം. ഇത് 100 ആണ്. നമ്മള് വൃത്തത്തിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഒരു ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും ആ ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത്. അപ്പോ ഇത് നമുക്കൊരു കാര്യം, നമുക്ക് ഇതിന്ന് കോൺ എ ഡി സി കാണണം. എന്റെ ആൻസർ ആണ് കോൺ എ ഡി സി എന്ന് പറയുന്നത്. എ ഡി സി എന്ന് പറയുന്ന ഒരു കോൺ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആ കോൺ ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് ആ കോൺ എനിക്ക് ഇവിടെ കിട്ടിയതാ. ഇതാണ് കോൺ എ ഡി സി എന്ന് പറയുന്നത്. അപ്പൊ കോൺ എ ഡി സി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോൺ എ ഡി സി എന്ന് പറയുന്നത് എത്രയാണ്? ഇതിന് നേർ പകുതി ആയിരിക്കും. ഇതിന് അതായത് ഒരു ചാപത്തിന്റെ കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത്. അതായത് ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ആൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ എത്ര വരിക? ഹാഫ് ഓഫ് കോൺ എ ഒ സി ഡിവൈഡ് ബൈ 2 എന്നായിരിക്കും. അപ്പോൾ കോൺ എ ഒ സി എന്ന് പറഞ്ഞാൽ 100 ആണ്. 100ന്റെ പകുതി സമം 50 ഡിഗ്രി എന്ന് എഴുതാം. അപ്പോൾ കോൺ എ ഡി സി എനിക്ക് എത്ര കിട്ടി? 50 ഡിഗ്രി ആണെന്ന് എനിക്ക് കിട്ടി, എന്റെ പകുതി. ഇനി കോൺ പി നമുക്ക് കാണണം അല്ലെ? കോൺ പി കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഇവിടെ ഒരു ബി ആർ ഡിയുടെ കേന്ദ്രകോണ് തന്നിട്ടുണ്ട്, 80 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു. ഈ കേന്ദ്രകോൺ ഇവിടെ ഈ ഒരു ബി ആർ ഡി എന്ന് പറയുന്നതിന്റെ കേന്ദ്രകോൺ എനിക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? എനിക്ക് എത്ര തന്നിട്ടുണ്ട്? 80 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കേന്ദ്രകോൺ എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ് തന്നിട്ടുണ്ട്. ഈ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് 80 ആണ് എനിക്ക് തന്നിട്ടുണ്ട്. ഈ ആർ ഡി എന്ന് പറയുന്ന ഈ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ 80 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാപത്തിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് ഈ കോൺ. അപ്പൊ ബിന്റെ ആൻസർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി എ ബി എന്ന് പറയുന്നത് കോൺ ഡി എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും. അത് എത്രയാണ്? 40 ആണ് നമുക്കറിയാം. അപ്പോ 80ന്റെ പകുതി 80/2 സമം 40 എന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു ത്രികോണം എടുക്കുകയാണ്. ത്രികോണം പി ഡി എ എന്ന് പറയുന്ന ത്രികോണാണ്. ത്രികോണം പി ഡി എ പരിഗണിച്ചാൽ ത്രികോണം പി ഡി എ പരിഗണിച്ചു കഴിഞ്ഞാൽ കോൺ എ എന്ന് പറയുന്നത് 40 ആണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ 40 ആണ് എന്നുള്ളത്. ഇനി പി ഡി എ എനിക്ക് കിട്ടാനില്ല. അതില് കോൺ പി ഡി എ എന്ന് പറയുന്നത് ഈ കോൺ എത്രയായിരിക്കും? ഈ കോൺ 50 ആയതുകൊണ്ട് അതിന്റെ ലീനിയർ പെയർ ആണ് ഈ കോൺ, അതായത് അതിന്റെ രേഖീയ ജോഡികളാണ്. അപ്പൊ ഈ കോൺ കിട്ടാൻ 180 - 50 ചെയ്താൽ മതി, സമം 130 എന്ന് കിട്ടും. അപ്പൊ ഈ കോൺ എനിക്ക് കിട്ടി 130 ആണ് എന്നുള്ളത്. ഇനി എനിക്ക് കോൺ പി ആണ് കാണേണ്ടത്. കോൺ പി കിട്ടാൻ എന്ത് ചെയ്യണം? കോൺ പി സമം ആകെ കോണുകളുടെ തുക 180 ഏത് കുറക്കണം? 130 + 40 സമത്ര വരും 180 - 170 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 10 ഡിഗ്രി എന്ന് വരും. കോൺ പി എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് വരിക? 10 ഡിഗ്രി എന്നാണ് വരിക. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സി ഡി എ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെന്ന് നമുക്ക് കണ്ടതുകൊണ്ട് പി ഡി എ എന്ന് പറയുന്നത് അതിന്റെ രേഖീയ ജോഡിയാണ്, ലീനിയർ പെയർ ആണ്. അപ്പൊ 180 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 130 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു എ പി ഡി എന്ന് പറയുന്ന ത്രികോണത്തിലെ 2 കോണുകൾ നമുക്ക് കിട്ടി 40 130 ആണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ കോൺ പി എത്ര ആയിരിക്കും? 10 ഡിഗ്രി ആയിരിക്കും.
ഓക്കെ ആണല്ലോ. വളരെ സിമ്പിളാണ്, കൺസെപ്റ്റുകളാണ് നമ്മളെ മനസ്സിൽ ഉണ്ടാക്കേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വളരെ സിമ്പിളാണ്, പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ ഒരു ടഫ് പോലെ തോന്നും. ഇവിടെ ഒരു 3 വൃത്തങ്ങളുണ്ട്. 3 വൃത്തങ്ങളുടെയും ആരങ്ങൾ ഒരേപോലെ അല്ല എന്നുള്ളത് ആദ്യം തന്നെ പറയാണ്. ഈ ഒരു 3 വൃത്തത്തിന്റെയും കേന്ദ്രങ്ങൾ യോജിപ്പിച്ച് ഞാനൊരു ത്രികോണം ഉണ്ടാക്കിയിട്ടുണ്ട്, ABC എന്ന് പറയുന്ന ത്രികോണം. എനിക്ക് ഈ 3 വൃത്തത്തിന്റെയും ആരമാണ് എനിക്ക് കാണേണ്ടത്. വൃത്തത്തിന്റെ 3 വൃത്തങ്ങളുടെയും റേഡിയസ് ആണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്നതിന് ഞാൻ PQR എന്ന് പറയാം. ഓക്കെ ആണല്ലോ. സോ ഇതിൽ നിന്ന് ആദ്യത്തെ ഇത് 1ാമത്തെ വൃത്തം, ഇത് 2ാമത്തെ, ഇത് 3ാമത്തെ വൃത്തം. അതിൽ AB എന്ന് പറയുന്ന ത്രികോണത്തിന്റെ വശങ്ങൾ തന്നിട്ടുണ്ട്. 8 സെന്റിമീറ്റർ, 11 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ 1ാമത്തെ വൃത്തത്തിന്റെ, അതായത് A കേന്ദ്രമായിട്ടുള്ള ഈ ഒരു വൃത്തത്തിന്റെ AP സമം AQ ആയിരിക്കും അല്ലെ, ഈ വൃത്തത്തിന്റെ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ ഇതിന് എന്ത് കൊടുക്കുന്നു? X എന്ന് പേര് കൊടുക്കും. അപ്പോ ഇത് X ആണ്, ഇത് X ആണ്, അപ്പൊ അതിന് X കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം കൂടി നമുക്ക് ഇതിന്ന് പറയാൻ പറ്റണം. എന്ത്? PB എന്ന് പറയുന്നത് എത്രയായിരിക്കും? PBയും BRും എത്രയായിരിക്കും? അതായത് PBയും BRും എന്ന് പറയുന്നത് നമുക്കറിയാം. PB എന്ന് പറയുന്നത് മൊത്തം വരുന്നത് AB എന്ന് പറയുന്നത് 8 ആണ്. ഇത് X ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും വരിക? 8 - X ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇത് 8 - X ആണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും, 8 - X ആയിരിക്കും. ഇപ്പൊ ഇത് 8 - X ആണ്. ഇതും X ആണ് തന്നിട്ടുണ്ട്, ഇത് X ആണ് തന്നിട്ടുണ്ട്, ഇതും X ആണ് തന്നിട്ടുണ്ട്. അപ്പോ അടുത്ത ഞാൻ എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് X, ഇത് X, ഇത് 8 - X, ഇത് 8 - X. അങ്ങനെയാണെങ്കിൽ AC, അതായത് QC എന്ന് പറയുന്നത്, QC സമം QC എന്ന് പറയുന്നത് AC-യിൽ നിന്ന് ഏത് മൈനസ് ചെയ്താണ്? AQ മൈനസ് ചെയ്താണ്. AC എന്ന് പറയുന്നത് 11 ആണ്. ഇപ്പൊ ഞാൻ എഴുതുന്നു 11 - X എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അത് RC എന്ന് തന്നെയാണ്, 11 - X. അപ്പൊ ഇതൊക്കെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടേണ്ടത്? ഇതാണ് കിട്ടേണ്ടത് അല്ലെ. ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ത്രികോണം ABCയുടെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താ? 8 + 11 + 9 എന്ന് വരും. അപ്പോ 18 എന്ന ആൻസർ വരും. അപ്പോ 9 + 11 + 8 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 28 എന്ന് വരും ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പൊ 28 എന്ന ആൻസർ വന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടേണ്ടത്? 28 ആണ് കിട്ടേണ്ടത് നമുക്കറിയാം. അപ്പൊ ഇവിടെ എത്ര X ഉണ്ട്? 2X ഉണ്ട്. അപ്പൊ 2X പ്ലസ് എത്ര 8 - X ഉണ്ട്? 2 × 8 - X ഉണ്ട്. ഇവിടെ എത്ര 11 - X ഉണ്ട്? പ്ലസ് 2 × 11 - X. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 28 ആണ് കിട്ടുക. അപ്പൊ മൊത്തത്തിൽ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ X പ്ലസ് 8 - X പ്ലസ് ഇത് X ആണ്. ബാക്കി വരുമ്പോ 11 - X ദാറ്റ്സ് ഈക്വൽ ടു ഇതിന്റെ പകുതി എന്ന് പറയുന്നത് 14 ആണ്. ഓക്കെ ആണല്ലോ. ബാക്കി ഞാൻ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. Xും Xും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. Xും പ്ലസ് Xും മൈനസ് Xും ഞാൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ബാക്കിയുള്ളത് എന്താ? 8 + 11 ആണ് വരുന്നത്. മൈനസ് X ദാറ്റ്സ് ഈക്വൽ ടു 14 എന്ന് വരും. അപ്പോ Xനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി, ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്താ വരിക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 19 - 14 = X എന്ന് വരും. അപ്പൊ X സമം എത്ര വരിക? 5 എന്നാണ്. അപ്പൊ എനിക്ക് X 5 കിട്ടി. അതായത് A കേന്ദ്രമായിട്ടുള്ള, A സെന്റർ ആയിട്ടുള്ള സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്ര? 5 ആണ്. B സെന്റർ ആയിട്ടുള്ള സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് R2 എന്ന് എടുത്തു കഴിഞ്ഞാൽ, ഇത് R1 എടുക്കുക. R2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 8 - 5 = 3 എന്ന് കിട്ടും. ഇനി അടുത്ത എനിക്ക് കിട്ടാൻ C സെന്റർ ആയിട്ടുള്ള സർക്കിൾ R3 ആണെങ്കിൽ
അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 11 മൈനസ് ഇതാ 5 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടുക? 11 5 ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ വരിക 5 കുറച്ച് കഴിഞ്ഞാൽ 6 സെന്റിമീറ്റർ എന്ന് തരും. അപ്പോൾ ഈ ഒരു വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് ഓരോ വൃത്തത്തിന്റെയും ആരങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. 5 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ എന്ന് പറയുന്നത് -2 1 സി 10 10 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയിലെ ഒരു ബിന്ദുവാണ് ബി. ബി എ, സി എന്നീ ബിന്ദുക്കൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എ ബി ഈസ് ടു എ സി എന്ന് പറയുന്നത് 1:3 ആയാൽ എ ബിയുടെ നീളം എത്ര? ബിയുടെ സൂചക സംഖ്യ എന്ത്? എ ബി എന്ന സമവാക്യം എന്ത്? ഈ വര എക്സ് അക്ഷവുമായി മുറിച്ചു കടക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കുക. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനില് എ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് -2 1 എന്നുള്ളതും അതേപോലെ തന്നെ സി എന്ന് പറയുന്നത് 10 10 ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഈ ഒരു എ സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റില് ഇത് -2 1 അതേപോലെ തന്നെ ഇത് 10 10 ഇത് സി ആണ് 10 10 എങ്കിൽ ഇത് എയും ഇത് സിയും ആണ്. ഇതിനിടയിലുള്ള ഒരു ബിന്ദുവാണ്, ഒരു പോയിന്റ് ആണ് ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ബിയില് ഇവിടെ റേഷ്യോ തന്നിട്ടുണ്ട്. എ ബി ഈസ് ടു എ സി എന്ന് പറയുന്നത് 1:3 എന്നുള്ളതാണ്. അപ്പോ എ ബിയും എ സിയും തമ്മിലുള്ള റേഷ്യോ 1:3 ആണ്. അതിനർത്ഥം എ ബി ഈസ് ടു ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1:2 ആയിരിക്കും. ഓക്കെ, എ ബി ഈസ് ടു ബി സി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 1:2 ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യണം. എ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ ബിയുടെ നീളം എത്രയെന്നാണ് ചോദിക്കുന്നത്. എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എ സിക്ക് എത്ര ലെങ്ത് ഉണ്ടെന്ന് അറിയണം. അപ്പൊ എ സി എത്രയാണ്? അതായത് എ സി എന്ന് പറയുന്ന ഈ വശത്തിന്റെ എത്ര ഭാഗമാണ് ഇത്? ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. മൊത്തം 3 ഭാഗത്തിൽ ഒരു ഭാഗം. അപ്പൊ എ സി എത്രയാണ് നമ്മൾ അറിയണം. എ സി സമം റൂട്ട് ഓഫ് കാണുന്നു 10 - 2 10 - -2 ഹോൾ സ്ക്വയർ പ്ലസ് 10 - 1 ഹോൾ സ്ക്വയർ. അതായത് നമുക്കറിയാം x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y2 x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 144 പ്ലസ് 81 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 169 ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 225 എന്ന് വരും. 225 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എസിന്റെ ലെങ്ത് എത്ര? 15 ആണ്. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്നത് എ സിയുടെ എത്ര പാർട്ടാണ്? 3ൽ 1 പാർട്ടാണ്. അപ്പൊ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 എ ബി എന്ന് പറഞ്ഞാൽ 15 × 1/3 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്ന് വരും, അല്ലെങ്കിൽ 5 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു ആൻസർ നമുക്ക് കിട്ടി, എ ബിന്റെ ആൻസർ. ഇനി ബിന്റെ ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി എന്താ പറയുന്നത്? ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമുക്ക് 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. -2 1 അതേപോലെ തന്നെ 10 10. ഈ 2 ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന ഈ വരയെ ബി ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? 1:2 ഡിവൈഡ് ചെയ്യുന്നത്. അറിയല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? mx2 + nx1 / m + n
അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ my2 പ്ലസ് ny1 ബൈ m പ്ലസ് n എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി ഇതിൽ നിന്ന് m കാണുന്നു. m എന്ന് പറഞ്ഞാൽ ഇത് 1 n 2 ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ കാണുന്നു 1 ഇൻറ്റു x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പ്ലസ് n എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു മൈനസ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 എന്ന് പറഞ്ഞാൽ -2 ഡിവൈഡഡ് ബൈ m പ്ലസ് n എന്ന് പറഞ്ഞാൽ 3. ഇനി my2 എന്ന് പറയുമ്പോൾ m എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു y2 എന്ന് പറയുന്നതും 10 ആണ് പ്ലസ് 2 ഇൻറ്റു y1 എന്ന് പറഞ്ഞാൽ 1 ആണ് ബൈ 3 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് വരും 10 മൈനസ് 4 ബൈ 3. അതേപോലെ തന്നെ 10 പ്ലസ് 2 ബൈ 3 എന്ന് വരും. ദാറ്റ്സ് 10 മൈനസ് 4 ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി 6 ബൈ 3. 10 പ്ലസ് 2 ബൈ 3 എന്ന് പറഞ്ഞാൽ 12 ബൈ 3 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 4 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ 6 ബൈ 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. 12 ബൈ 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി അടുത്ത പറയുന്നത് എ ബി എന്ന് പറയുന്ന ഈ വരയുടെ സമവാക്യമാണ്. അപ്പോൾ ബിന്റെ ആൻസർ ആണ് വരയുടെ സമവാക്യം അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് ദി ലൈൻ എ ബി. അപ്പൊ എ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ പോയിന്റ്സ് എഴുതാണ്. -2 1 അതേപോലെ തന്നെ 2 4 എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു നമ്പറും കൂടി ഉണ്ട് എന്ന് വിചാരിക്കണം. XY ഉണ്ട് എന്ന് വിചാരിക്കണം. ഇവിടെ നമ്മൾ ഈ ഒരു വരയുടെ സമവാക്യം അല്ലെങ്കിൽ ലൈൻ ഇക്വേഷൻ കാണുമ്പോൾ ഈ രണ്ടിന്റെയും ചെരിവും അതേപോലെ തന്നെ ഇത് രണ്ടിന്റെയും ചെരിവ് ഈക്വൽ ആയിരിക്കും. സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവര് തമ്മിലുള്ള ചെരിവ് ആദ്യം കാണാണ്. അപ്പൊ നമ്മൾ x2 മൈനസ് x1 y2 മൈനസ് y1 അപ്പൊ 4 മൈനസ് 1 ബൈ. അതേപോലെ തന്നെ ഇനി x2 മൈനസ് x1 x2 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തായി വരിക y മൈനസ് 4 ഡിവൈഡ് ബൈ x മൈനസ് 2 എന്ന് വരും. ഇവിടെ ചെറുതാക്കുമ്പോൾ 3/5 എന്ന് വരും. 3/5 എന്ന് വരും. അപ്പോൾ 4ന്ന് 1 കുറച്ചു കഴിഞ്ഞാൽ എന്തായി 3 2 ഇത് 2 കൊടുക്കുമ്പോൾ നമുക്ക് 4 ആണ് വരിക. 4 അപ്പൊ 3/4 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും y മൈനസ് 4/x മൈനസ് 2 എന്ന് വരും. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എതിർകോണം എടുക്കുക. അപ്പൊ 3 ഇൻറ്റു x 3x. ഇനി 3 മൈനസ് 3 ഇൻറ്റു 2 6. ദാറ്റ്സ് ഈക്വൽ ടു ഇനി 4 ഇൻറ്റു y 4y. 4 ഇൻറ്റു 4 16 എന്ന് വരും. അപ്പോൾ -16. ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ട് എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 3x മൈനസ് 4y ഇവിടെ പ്ലസ് 16 അപ്പോൾ പ്ലസ് 10 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 0. കാരണം ഇവിടെ നമ്മൾ -16 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും +16 ആവും. അപ്പോൾ 16ന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 10 ആയിരിക്കും വരിക. സോ ആൻസർ കിട്ടി ഇതാണ്. അപ്പോൾ ലൈനിന്റെ ഇക്വേഷൻ കിട്ടി 3x മൈനസ് 4y പ്ലസ് 10 സമം 0. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഡി പറയുന്നത് എന്താ? ഡി പറയുന്നത് x അക്ഷവുമായി മുറിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ. x ആക്സിസുമായിട്ട് ടച്ച് ചെയ്യുന്ന ലൈനിന്റെ പോയിന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ലൈന് അല്ലെങ്കിൽ ഈ ഒരു ലൈന് x അക്ഷവുമായി ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പോൾ x ആക്സിസ് ആയതുകൊണ്ട് y എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ y 0 ആണെങ്കിൽ നമുക്ക് എഴുതാം 3x ഇവിടെ ഇത് പോയി കഴിഞ്ഞു +10 സമം 0. അങ്ങനെയാണെങ്കിൽ 3x -10. സോ x സമം എന്താ വരിക? -10/3 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ് എന്താ വരിക? -10/3 0 എന്ന് ആൻസർ വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ട്രിഗണോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾ
താഴെ കടലിൽ കിടക്കുന്ന ഒരു കപ്പൽ 22 കീഴ്ക്കോണിൽ, അതായത് 22 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ കണ്ടു. 10 മീറ്റർ കൂടി കപ്പൽ തീരത്തെ ലക്ഷ്യമാക്കി സഞ്ചരിച്ച ശേഷം അയാൾ കപ്പൽ 31 ഡിഗ്രി കീഴ്ക്കോണിൽ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ കണ്ടു. അതിനുശേഷം കപ്പൽ നിർത്തിയിട്ടു. ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് ഏകദേശ ചിത്രം വരയ്ക്കുക. ലൈറ്റ് ഹൗസിന്റെ ചുവട്ടിൽ നിന്നും കപ്പലിലേക്കുള്ള ദൂരം എന്താണ്? ലൈറ്റ് ഹൗസിന്റെ ഉയരം എത്രയാണ്? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ലൈറ്റ് ഹൗസും ഉണ്ട്, അതേപോലെ തന്നെ കപ്പലുമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വരയ്ക്കാം. നമ്മൾ ലൈറ്റ് ഹൗസ് വരയ്ക്കുന്നു, കപ്പൽ വരയ്ക്കുന്നു, അതേപോലെ തന്നെ ഇതിന്റെ കപ്പലും അതേപോലെ ലൈറ്റ് ഹൗസും വരയ്ക്കണം. ഇവിടെയാണ് ആദ്യത്തെ കപ്പൽ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഒരു സ്ട്രൈറ്റ് വ്യൂ ഉണ്ടാവും, നേർക്കാഴ്ച ഉണ്ടാവും, അത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. അതിൽ നിന്ന് ഇവിടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ കീഴ്ക്കോൺ എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടത് എത്രയാണ്? 22. ഇതിൽ നിന്ന് അതേപോലെ തന്നെ 100 മീറ്റർ അടുത്തേക്ക് വന്നു. 100 മീറ്റർ അടുത്തേക്ക് വന്ന സമയത്ത് ഏത് കീഴ്ക്കോണിലാണ് കണ്ടത്? ഇത് കണ്ടത് 31 ഡിഗ്രിയിലാണ്. സോ ഇതാണ് നമ്മുടെ ഏകദേശ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രം. നമ്മൾ മാത്ത് ക്യാപ്സ്യൂളിന്റെ ഈ ഒരു ട്രിഗണോമെട്രിയിൽ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് നിങ്ങൾ ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ഇതിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്. പേര് കൊടുക്കുക, അടുത്ത് ABCD എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ഇവിടെ കോണുകളില്ല. അപ്പൊ കോണുകൾ കിട്ടാൻ ഇത് രണ്ടും പാരലൽ ആയിരിക്കും, സമാന്തരമായിരിക്കും. അപ്പൊ ഇത് 22 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 22 ആയിരിക്കും. ഇത് 31 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 31 ആയിരിക്കും. ഇനി നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് പോകുകയാണ്. ആൻസറിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ABന്റെ നീളം നമുക്കറിയാത്തത് കൊണ്ട് X കൊടുക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏതൊക്കെ കോണുകൾ, ഇവിടെ 2 കോണുകൾ തന്നിട്ടുണ്ട്, അവിടെ ഓരോന്നിന്റെയും ത്രികോണങ്ങൾ നമുക്ക് എടുക്കണം. ഇവിടെ 2 ത്രികോണങ്ങളുണ്ട്. ആദ്യം ത്രികോണം അല്ലെങ്കിൽ മട്ട ത്രികോണം, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ACD എടുക്കണം. ത്രികോണ ADCയിൽ നമുക്ക് ആദ്യം AD ആണ് കണ്ടുപിടിക്കുന്നത്. AD അതായത് ഇവിടെ 2 ട്രയാംഗിൾസ് ഉണ്ട്, അതിന്റെ കോമൺ സൈഡാണ് AD. അപ്പൊ അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഈ ട്രയാംഗിൾ എടുത്തുകൊണ്ട് അതിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, tan 22. tan 22 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? AD ആണ്. AD ബൈ സമീപവശം. tan എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്, അല്ലെങ്കിൽ എതിർവശം ബൈ സമീപവശമാണ്. അപ്പൊ താഴെ വരുമ്പോ x പ്ലസ് 100 എന്ന് വരും. സോ ഇതിൽ നിന്ന് നമ്മൾ AD കാണുന്നു. AD എന്ന് പറയുന്നത് AD is equal to x into tan 22 plus 100 into tan 22. ഇത് എങ്ങനെ വന്ന മനസ്സിലായല്ലോ? നമ്മളിത് ഇങ്ങോട്ട് ഗുണിക്കാണ്. അപ്പൊ ഇതിനെ ഗുണിക്കുമ്പോൾ tan 22 ഡിഗ്രി ഇൻറ്റു x tan 22, പിന്നെ tan 22 ഇൻറ്റു 100 ഇൻറ്റു tan 22. ഓക്കെ, നേരെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി നമ്മൾ അതേപോലെ വേറെ ട്രയാംഗിളും കൂടി ഉണ്ട്. ട്രയാംഗിൾ ത്രികോണം ABD. ഇതിൽ നമുക്കൊരു കോണം തന്നിട്ടുണ്ട് 30 ആണ്. അപ്പൊ നമ്മൾ tan ആണ് കാണേണ്ടത്. tan 31 ഡിഗ്രി. ദാറ്റ്സ് ഈക്വൽ ടു tan 31 എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന്റെ എതിർവശം എന്ന് പറയുന്നത് AD ആണ്. AD ബൈ സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് X ആണ്. സോ അങ്ങനെയാണെങ്കിൽ AD എന്ന് പറയുന്നത് എന്തായിരിക്കും? AD ഈസ് ഈക്വൽ ടു X tan 31 എന്ന് വരും. സോ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കുന്നു. ഇനിയാണ് നമ്മൾ ആൻസറിലേക്ക് പോകേണ്ടത്. ആൻസറിലേക്ക് പോകുമ്പോൾ ഇവിടെ രണ്ടിന്റെയും AD ഈക്വൽ ആണ്. സോ ഞാൻ രണ്ടിന്റെയും AD, അപ്പോൾ ഇക്വേഷൻ 1 ഇക്വേഷൻ നമ്പർ 2 യഥാർത്ഥത്തിൽ ഈക്വൽ ആണ്. സോ ഞാൻ എഴുതുന്നു x tan 31 ഈസ് ഈക്വൽ ടു ഏതാണ്? x tan 22 പ്ലസ് 100 ഇൻറ്റു tan 22. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് അർത്ഥം. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഇതിൽ രണ്ടിലെയും tan 22 സെയിം ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ
എക്സ് ഇൻറ്റു ടാൻ 22 പ്ലസ് 100 ടാൻ 22 എന്ന് വരും. സോ ഞാൻ ഇവിടെ എക്സ് ഉള്ളതിനെ ഞാൻ ഒരുമിച്ച് കൊണ്ടുവരികയാണ്, ഇതിനിങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എക്സ് ടാൻ 31 മൈനസ് എക്സ് ടാൻ 22 ദാറ്റ്സ് ഈക്വൽ ടു 100 ടാൻ 22 എന്ന് വരും. ഇതിൽ നമ്മൾ എക്സ് ഔട്ട് സൈഡ് എടുക്കുന്നു, എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ടാൻ 31 മൈനസ് എക്സ് നമ്മൾ ഔട്ട് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ടാൻ 22 ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 100 ടാൻ 22 എന്ന് വരും. ഇതൊന്ന് എക്സ് ഞാൻ കാണണം, എക്സ് സമം. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 100 ടാൻ 22 ഡിവൈഡഡ് ബൈ ടാൻ 31 മൈനസ് ടാൻ 22. ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടാൻ 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് തന്നിട്ടുണ്ട്? ടാൻ 22 എന്ന് പറഞ്ഞാൽ 0.4 ആണ്. അപ്പോൾ 100 ഇൻറ്റു ടാൻ 22 എന്ന് പറഞ്ഞാൽ 0.4 ഡിവൈഡഡ് ബൈ ടാൻ 31 എന്ന് പറഞ്ഞാൽ 0.6 ആണ് എന്ന് തന്നിട്ടുണ്ട്, മൈനസ് 0.4 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരിക? ഇത് രണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് വരിക 40 ഡിവൈഡഡ് ബൈ 0.2 എന്ന് വരും. സോ ഇങ്ങനെ 40/0.2 വരികയാണെങ്കിൽ നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ വരുന്ന അല്ലെങ്കിൽ ഛേദത്തിൽ വരുന്ന പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പോയിന്റ് ആയതുകൊണ്ട് 10 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 40 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 0.2 ഇൻറ്റു 10. സോ ആൻസർ വരുമ്പോൾ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. സോ ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണെന്ന് കിട്ടും. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മളെടുത്ത്? ഈ ഒരു ലൈറ്റ് ഹൗസിന്റെ ചുവട്ടിൽ നിന്ന് ആ കപ്പൽ നിർത്തിയിട്ട സ്ഥലമാണ്. അപ്പൊ അത് എത്ര മീറ്ററിലാണ്? 20 മീറ്ററിലാണ് ആ കപ്പലുള്ളത്. ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ലൈറ്റ് ഹൗസിന്റെ സി ആൻസർ കാണാൻ പറയുന്നുണ്ട്. ലൈറ്റ് ഹൗസിന്റെ ഉയരമാണ് കാണാൻ പറഞ്ഞത്. ലൈറ്റ് ഹൗസിന്റെ ഉയരം എന്ന് പറയുന്നത് AD ആണ്. AD ഈസ് ഈക്വൽ ടു AD എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 1 എക്സ് ടാൻ 31 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 20 ആണ് ഇൻറ്റു ടാൻ 31 എന്ന് പറഞ്ഞാൽ 0.6 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 2 ഇൻറ്റു 6 മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. പിന്നെ ഒരു 0 ഇടണം. പിന്നെ പോയിന്റിന് ശേഷം ഒരു നമ്പർ ആണുമ്പോൾ എത്ര വരിക? 12 മീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ ഈ ഒരു ലൈറ്റ് ഹൗസിന്റെ ചുവട്ടിൽ നിന്ന് 20 മീറ്റർ അകലെയാണ് നമ്മുടെ കപ്പലുള്ളത് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ടവറിന്റെ അല്ലെങ്കിൽ ഈ ലൈറ്റ് ഹൗസിന്റെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 12 മീറ്റർ ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പഠിച്ചു വെക്കുക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഫിഗർ കണ്ടിട്ട് ആരും ടെൻഷൻ ആവണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 വൃത്തങ്ങളുണ്ട്. ഈ 2 വൃത്തങ്ങളിലെയും പൊതുവായിട്ട് വരുന്ന തൊടുവരകളാണ് അല്ലെങ്കിൽ ടാൻജൻസ് ആണ് RB, RP, RC, QA, QP എന്ന് പറയുന്നത്. ഇതൊക്കെ തൊടുവരകളാണ്. അതേപോലെ തന്നെ ഒന്നാമതായിട്ട് തെളിയിക്കാൻ പറഞ്ഞ RC ഈസ് ഈക്വൽ ടു RP ഈസ് ഈക്വൽ ടു RB എന്നുള്ളതാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. ഇത് 3 ഈക്വൽ ആണെന്നുള്ളത്. അതേപോലെ തന്നെ QA എന്ന് പറയുന്നതും RB എന്ന് പറയുന്നതും സെയിം ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കൊരു കാര്യം അറിയാം. ഒന്നാമത്തെ ആൻസറിലേക്ക് നമുക്ക് പോവാം. A എന്ന് പറയാം. നമുക്കറിയാം വൃത്തത്തിന്റെ പുറത്തെ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് പോകുന്ന തൊടുവരയുടെ നീളം തുല്യമാണ്. അതായത് R എന്ന് പറയുന്ന പുറത്തെ ബിന്ദുവിൽ നിന്ന് ഒന്നാമത്തെ വൃത്തത്തിലേക്ക് പോകുന്ന തൊടുവരയുടെ നീളമാണ് RC സമം RP ആണ്. ശരിയല്ലേ? RC സമം, അതായത് R എന്ന് പറയുന്ന ഈ ഒരു വൃത്തത്തിൽ നിന്ന് R എന്ന് പറയുന്ന വൃത്തത്തെ പുറത്തെ ബിന്ദുവിൽ നിന്ന് ഔട്ട് സൈഡ് പോയിന്റ് നിന്ന് ഈ സർക്കിളിലേക്ക് പോകുന്ന ടാൻജന്റിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും, തൊടുവരയുടെ നീളം ഈക്വൽ ആയിരിക്കും. അതാണ് RC ഈക്വൽ ടു RP. ഇനി രണ്ടാമത്തെ സർക്കിൾ എടുക്കാം. രണ്ടാമത്തെ വൃത്തം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. രണ്ടാമത്തെ എന്താ പറയുന്നത്? രണ്ടാമത്തെ വൃത്തമാണെങ്കിൽ ഈ ഒരു വൃത്തത്തിലേക്ക് പുറത്തെ ബിന്ദുവിൽ നിന്ന്
വൃത്തത്തിലേക്ക് വരക്കുന്ന തൊടുവരയുടെ നീളം അല്ലെങ്കിൽ ടാൻജന്റിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം പറയാം, എന്ത് ആർ പി ഈസ് ഈക്വൽ ടു ആർ ബി എന്നും പറയാം. അത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. അപ്പോൾ ഒന്നാമത്തേൽ ഇക്വേഷൻ നമ്പർ 1ഉം അതേപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 2ഉം എടുത്തു കഴിഞ്ഞാൽ ആർ സി എന്ന് പറയുന്നത് ആർ പിക്ക് തുല്യമാണ്. അതേപോലെ തന്നെ ആർ പി ആർക്ക് തുല്യമാണ്? ആർ ബിക്കും തുല്യമാണ്. സോ ദിസ് ഈസ് അവർ ആൻസർ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ടാൻജന്റ് എന്ന് പറയുന്ന റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഇതേ മോഡൽ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് കാണാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബി. ഈ രണ്ട് എ ക്യൂവും ആർ ബിയും പാരലൽ ആണ് എന്ന് നമ്മൾ തെളിയിക്കണം, അല്ലെങ്കിൽ സമാന്തരമാണ്. സമാന്തര വരകളുടെ പ്രത്യേകത നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. സമാന്തര വരകളാണെങ്കിൽ അതിൽ പറയുന്ന മറുകോണുകളും അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആംഗിൾസും സമാന കോണുകളും ഒക്കെ ഉണ്ടാവും. സമാന കോണുകളൊക്കെ സിമിലർ ആംഗിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇത് നോക്കാം. ഞാൻ ഈ ഒരു ആംഗിള് എക്സ് എടുക്കുകയാണ്. ഞാൻ ഇത് കോണുകൾ ഇതിൽ തന്നെ അടയാളപ്പെടുത്താണ്. ഇത് എക്സ് ആണെന്ന് എടുക്കും. ഇത് എക്സ് ആണെങ്കിൽ നമുക്കറിയാം ഈ കോണം എന്തായിരിക്കും? ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അപ്പൊ 180 എത്ര കുറക്കണം? ഈ എക്സ് കുറച്ചിട്ട് അതിന്റെ പകുതി ആയിരിക്കും. കാരണം ഇത് രണ്ടും തുല്യമാണ് അറിയാം. അപ്പൊ ഇത് എന്തായിരിക്കും? 180 - x/2 എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടായതാണ്? നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്ത്? ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. ഈ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 180 എക്സ് കുറച്ചതിന്റെ പകുതി ആയിരിക്കും ഇത് രണ്ടും. അപ്പൊ ഇത് 180 - x/2, ഇത് 180 - x/2 ആണെങ്കിൽ ഇതും തന്നെ ആയിരിക്കും 180 - x/2 ആയിരിക്കും. കാരണം എതിർകോണുകളാണ്. രണ്ട് വരകൾ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഈ കോണം ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ വരികയാണെങ്കിൽ ഈ കോണം ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കോണുകൾ തുല്യമായി. അപ്പൊ ഈ കോണം എന്തായിരിക്കും? എന്തെന്നെ വരിക? ഇവിടെയും ഈ കോണം എന്ന് പറയുന്നത് 180 - x/2 എന്നുള്ള. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കോണം എന്തായിരിക്കും? എക്സ് ആയിരിക്കും. നമുക്കറിയാം ഒരു സമാന കോണം അല്ലെങ്കിൽ മറുകോണുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഇവിടെ ഈ ബിയിൽ പറയുമ്പോൾ ആംഗിൾ BAQ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ആംഗിൾ RBA എന്ന് പറയുന്നതും ആംഗിൾ RBAയും ഈക്വൽ ആണ്. കാരണം ഈ കോണും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകളും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അല്ലെങ്കിൽ QA പാരലൽ ടു BR എന്ന് വരും. സോ അത് കാരണം എന്താണ്? ഈ രണ്ട് കോണുകൾ എന്താണ്? ഈ രണ്ട് കോണം, ഇവിടുത്തെ ഈ കോണം എന്താണ്? ഈക്വൽ ആണ് എന്നർത്ഥത. ഈ രണ്ട് കോണുകളും ഈക്വൽ ആയതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ വരയും ഞാൻ ഈ അടയാളപ്പെടുത്തുന്ന ഈ വരയും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഏകദേശം ചില ക്വസ്റ്റ്യൻസും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇനിയും കൂടുതൽ ലെങ്ത് ആയി കഴിഞ്ഞാൽ നമുക്കതൊരു കാണാനൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. സോ ഞാൻ ഇന്ന് ഈ ഒരു പ്രോബ്ലം ഞാനിവിടെ ഒരു ഫൈനൽ ടച്ചിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഈ ഒരു ടോപ്പിക്ക് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി നമുക്ക് 25-ാം തീയതി ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് വീഡിയോസ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ 25-ാം തീയതി നമുക്ക് കൂടുതൽ പ്രോബ്ലംസുമായിട്ട് നമുക്ക് ഒരു ടൈമിൽ നമുക്ക് അറിയിക്കാം. ആ ഒരു ലൈവ് വീഡിയോയിൽ നമുക്ക് ഇനിയും പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എല്ലാവർക്കും ഇതേപോലെ തന്നെ ഒരു നല്ലൊരു എക്സാം ആശംസിക്കുകയാണ്. എല്ലാവരും കോൺഫിഡൻറ്റോട് കൂടി. പ്രയാസമാണ്, എനിക്ക് എക്സാമിനേഷൻ ആൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഓർമ്മ വരില്ല, അങ്ങനൊന്നും വേണ്ട. വളരെ കൂളായിട്ട് നമുക്ക് ഒരു പ്രയാസം എക്സാം ഉണ്ടാവില്ല തന്നെ വിചാരിക്കും. കാരണം ഈ കഴിഞ്ഞ പരീക്ഷകളൊക്കെ നിങ്ങൾക്കറിയാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ നമ്മൾ ടഫാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വരൂല എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കൃത്യമായി കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പരീക്ഷ നല്ല പോലെ എഴുതുക. ഓക്കെ.